ഇന്നലെ കോന്നിയിൽ ഒരു പ്രസംഗത്തിനിടെ ഒരാൾ ചോദ്യം ചോദിക്കാൻ ശ്രമിച്ചിരുന്നു. അതിനിടയിൽ അങ്ങ് ഒരു മറുപടി കൊടുത്തത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ളതായിരുന്നു. അതിന് കെ.സി. വേണുഗോപാലിന്റെ ഒക്കെ ഒരു മറുപടി വന്നിട്ടുണ്ട്. അങ്ങയുടെ സമനില തെറ്റി എന്നുള്ള വിധത്തിലൊക്കെയാണ് അദ്ദേഹത്തെ പറയാൻ. സമനില തെറ്റുന്ന ആൾക്കാരൊന്നും എന്നോട് കണ്ടുകൊണ്ടിരിക്കുന്നില്ല. എനിക്ക് സമനില തെറ്റുന്ന കാര്യമൊന്നുമില്ല. സാധാരണ നമ്മൾ ഓരോ കാര്യത്തിനും പാലിക്കുന്ന മര്യാദകൾ, ആ മര്യാദകൾ പാലിക്കാതിരുന്നാൽ പ്രതികരണം സ്വാഭാവികമായിട്ട് അല്ല, അത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചിട്ട് പോയല്ലോ, നിരാശരായല്ലോ. അല്ല, ഞാൻ അറിയാതൊക്കെ അത് അവിടെ ആരെങ്കിലും പിന്നെ എന്നെ എതിർക്കാൻ വേണ്ടിയോ LDF എതിർക്കാൻ വേണ്ടിയോ വന്നതല്ല. പിന്നെ ചില ഘട്ടത്തിൽ ചില പ്രത്യേക ആവേശക്കാരുണ്ടാവില്ല. പലതരത്തിലാണല്ലോ ആവേശം വരും. ആ ആവേശത്തിന്റെ ഭാഗമായി ചോദിക്കുന്ന ചോദ്യം. പക്ഷെ അല്ല, നിങ്ങൾ ഞാൻ അറിയാതെ കേന്ദ്ര ഫണ്ട് തടഞ്ഞു വെച്ചിട്ട് 20,000 കോടി രൂപയുടെ വികസനം കേരളത്തിൽ നടപ്പാക്കി. അതിനുള്ള വികസനം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ചോദ്യം ചോദിക്കാനല്ലോ പത്രസമ്മേളനമല്ലോ പൊതുയോഗം എന്ന് പറഞ്ഞാൽ. ഈ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? പത്രസമ്മേളനമായതുകൊണ്ട് നിങ്ങളെല്ലാവരും വന്ന് എന്റെ പൊതുയോഗത്തിന്റെ മുമ്പിൽ ഇരുന്ന് ചോദ്യം ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ കിട്ടുന്ന മറുപടി ഒക്കെ ആയിരിക്കും. സ്വാഭാവികമല്ലേ? പൊതുയോഗത്തിൻ്റെതായ മര്യാദയും പൊതുയോഗത്തിൽ നമ്മളൊരാൾ സംസാരിക്കാൻ പറ്റും. ഒരു രാഷ്ട്രീയ പാർട്ടിയോ മുന്നണിയോ ആരോ ആട്ടെ സംസാരിക്കുന്നു. ഇഷ്ടമില്ലാത്തവർ കേൾക്കണ്ട, പോകണം. ഇഷ്ടമുള്ളവർ കേൾക്കാൻ പറ്റില്ല. അതല്ലേ അതിന്റെ രീതി. അത് കലക്കുന്നതിനോ ബേളം വെക്കുന്നതിനോ എന്നുള്ള നടപടികൾ സ്വീകരിക്കാൻ പാടില്ല. പണ്ട് വേറൊരു രീതിയിലായിരുന്നു. ചില ആൾക്കാര് വളരെ ദശാബ്ദങ്ങൾക്ക് മുൻപ്, ഇപ്പൊ നിങ്ങളെ ഈ പ്രായത്തിലല്ല, അപ്പോ ചിലയിടത്ത് പോയാല് ഒരു കടലാസിന് ചോദ്യം എഴുതി കൊണ്ടുപോകും. ആ ചോദ്യത്തിന് ഉത്തരം പറയാനാണോ ഈ പൊതുയോഗത്തിൽ പറയേണ്ട കാര്യങ്ങൾ പറയാതെ? അപ്പൊ അങ്ങനെയൊക്കെ നീതി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ചില ആൾക്കാർ ആ ചിലതിനെ എതിർക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെയുള്ളതൊന്നും നമ്മൾ സാധാരണ പൊതുമര്യാദയിൽപ്പെട്ടതല്ല. പിന്നെ പൊതുമര്യാദയൊന്നും പാലിക്കേണ്ടതില്ല. പിണറായിന്റെ മീറ്റിംഗ് ആയാലും ഇങ്ങനെയൊക്കെ ആയിക്കോളുമെന്ന് കെ.സി. പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായല്ലോ, അത് ശരിയില്ലാതെ വന്നു. അതിനെ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ചോദിച്ചു. അത്രയും അതിനെ കാണാൻ